നമുക്ക് അവിടെ കയറ്റി രണ്ട് വീട്ടിലും കയറ്റിട്ട് ഇപ്പടെ അങ്ങനെ അതൊന്നും കിട്ടൂല നമുക്ക്. അതന്നെ വെറുതെ കിട്ടാതെ പോയിട്ട് എന്നോട്ടെ പുറം പോവാ സമയം കളയണ്ട. ഇത് നമ്മള് ദേവകമ്മേന്റെ വീടാണ്. ധാരാളി വരുന്ന എടേ ഇന്റെ ഏട്ടൻ ഏതോ ഒരുത്തിനെ കെട്ടിട്ട് വരുന്നുണ്ട്. കൂരിപ്പ് എന്തല്ല ദേവകമ്മേ, ഞാനാ നീ വാർഡിലെ സ്ഥാനാർത്ഥി. എന്റെ ചിഹ്നം ഇതാന്ന്. ഓ ഇത് ഇങ്ങേരും അല്ലേ? ഇനിയിപ്പം വാട്സപ്പ് കണ്ടിട്ട് വെച്ചിനേ ഉള്ളു ഞാൻ. വാട്സപ്പ് എല്ലാം ഉണ്ട്. വാട്സപ്പും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്. എടാ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഫ്രണ്ട് അല്ലേ? നിങ്ങൾ ആര് ജയിച്ചിട്ടെന്നാ വേണ്ടേ? അന്റെ മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായ 40-40 വയസ്സായി അന്റെ മോന്. ദേവകീർത്തി, നിങ്ങളെ സങ്കടം ഞമ്മക്ക് മനസ്സിലായി. ഇതാണ് എന്റെ ചിഹ്നം. എന്നെ നിങ്ങൾ ജയിപ്പിച്ചാല് ഈ വാർഡിൽ കല്യാണം കഴിക്കാത്ത ഒരൊറ്റ ചെറുപ്പക്കാരുണ്ടാവില്ല. അപ്പം ദേവകീർത്തി ഞമ്മള് പോട്ടെ. അപ്പൊ മറക്കണ്ട. വേമ്പ വേമ്പ ദേവകമ്മേ, എല്ലാം ഉറങ്ങി എണീറ്റില്ലേ? എല്ലാ ദേവകമ്മേ എണീക്ക്, വോട്ട് ചെയ്യാൻ പോണ്ടേ നമുക്ക്. മോന് പെണ്ണ് ശരിയായാ? ആ ഇങ്ങളെ മോന് പറ്റിയൊരു പെണ്ണിനെ നമ്മള് കണ്ടുവച്ചിട്ടുണ്ടെന്ന്. തൊട്ടോകലും ഞമ്മളെടുക്കും. എടുക്കട അമ്മേനാ. ദേവകമ്മേ എന്തല്ല, എന്തിനാ കാണണെന്ന് പറഞ്ഞേ? വന്നാ നമുക്ക് ഇനിയാ കാത്തു നിൽക്കുന്നു. മനോജിന് പെണ്ണ് ശരിയാക്കണമെന്ന് പറഞ്ഞിട്ട് 2 കുട്ടികളുടെ തള്ളയാടെ ഇനി കാണിച്ചു കൊടുത്തിനി. വയസ്സ് 40 കഴിഞ്ഞില്ലേ? വെറുതെ ഒരു പെണ്ണിന്റെ ജീവിതം കോനാട്ടിയാക്കണം. ഇതാ വീട് ഇരുന്നിട്ട് 2 പിള്ളേരെങ്കിലും കളിപ്പിച്ചൂടെ? ഇറങ്ങിപ്പോടാ കുരിപ്പുകളെ.